എൻ്റെ പൊന്നോ, ഇന്ന് നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന രുചിയിൽ അയലമീൻ വെച്ചിട്ട് നല്ലൊരു കുറുകിയ ചാറാണ് കേട്ടോ റെഡിയാക്കുന്നത്. തേങ്ങ അരയ്ക്കേണ്ട, സവോള വഴറ്റേണ്ട, സിമ്പിളാണ്, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. നല്ല ചൂട് ചോറിൻ്റെ കൂടെയും പൊറോട്ട, ചപ്പാത്തി എല്ലാത്തിനും പറ്റിയ ഒരു സൂപ്പർ കോംബോ ആണ് ഇന്നത്തെ ഈ ഒരു അയിലക്കറി കേട്ടോ. നമ്മൾ എല്ലാവരും കറികളൊക്കെ റെഡിയാക്കാറുണ്ട് നല്ല ടേസ്റ്റി ആയിട്ട്. എന്നാൽ ഇതുപോലൊന്ന് ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ. നല്ല ഫ്രഷ് ആയിട്ടുള്ള അയലമീൻ എടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഫ്രഷ് മീനൊക്കെ കിട്ടാൻ വലിയ പാടല്ലേ. അത് കാരണം ഞങ്ങളുടെ ഇവിടെ നല്ലൊരു ചന്തയുണ്ട്, അവിടെ നല്ല ഫ്രഷ് മീൻ മാത്രമേ കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ അവിടുന്ന് അമ്മ പോയപ്പോൾ വാങ്ങിച്ചിട്ട് വന്നതാണ്. ഒരു 5 കഷ്ണോളം ഉണ്ട് കേട്ടോ. നല്ല ഫ്രഷ് മീനാണ്. ഇനി നമുക്ക് മസാലകൾ റെഡിയാക്കിയാലോ. ആദ്യം തന്നെ കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഇവിടെ പച്ച കുരുമുളക് ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ അത് ഞാൻ ചതച്ച് ചേർത്തിട്ടുണ്ട്. അങ്ങനെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദുണ്ട് കേട്ടോ. ചെറു ചൂടുവെള്ളം ചേർത്ത് വേണം നമ്മൾ മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ നന്നായിട്ട് ആ മസാലയിൽ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടും കേട്ടോ. ചെറു ചൂടുവെള്ളം ചേർക്കുമ്പം, പച്ചവെള്ളം ചേർക്കുമ്പം അതിൻ്റെ ഒരു പച്ച മണമൊക്കെ വരുമ്പം കറിയുടെ ടേസ്റ്റ് പോകും. അതുകൊണ്ട് ചെറു ചൂടുവെള്ളം ചേർത്ത് ആ മസാലയൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കുക. ഇനി നമുക്ക് ചട്ടിയിലേക്ക് കുറച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് ഒരു തക്കാളി മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് ഒന്ന് പുറമൊക്കെ നന്നായിട്ടൊന്ന് വേകുന്നിടം വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കും നമുക്ക് കുറുകിയ ചാറോട് കൂടിയ നല്ലൊരു കറിയാണ് കിട്ടുന്നത് കേട്ടോ. അപ്പം ഞാൻ തക്കാളി വെന്ത് വന്നിട്ടുണ്ട്, അതൊന്ന് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി അതിലേക്ക് സവോളയാണ് ഇട്ട് കൊടുക്കുന്നത്. അരമുറി സവോളയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മളത് കരിഞ്ഞു പോവാതെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഒരുപാട് കരിഞ്ഞു പോയതിൻ്റെ ടേസ്റ്റ് പോവും. ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നാൽ മാത്രം മതിയാകും. എന്നിട്ട് നമ്മളത് ഒരു പ്ലേറ്റിലോട്ട് കോരി വേഗം മാറ്റിയിടുക. എന്നിട്ട് ഇത് നമ്മൾ മിക്സിയിലിട്ടൊന്ന് അരച്ച് നല്ല പേസ്റ്റ് പോലെ ആക്കിയെടുക്കണം കേട്ടോ. ഈ തക്കാളിയും പിന്നെ അതുപോലെ ഇപ്പോൾ വഴറ്റിയെടുത്ത സവോളയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. തക്കാളിയുടെ തൊലി കളയാതിട്ടത് കൊണ്ട് ആ തൊലിയൊന്ന് ഞാൻ നന്നായിട്ട് പൊളിച്ചു മാറ്റുന്നുണ്ട്. അകമെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയതുകൊണ്ട് തൊലി ഇങ്ങനെ പൊളിഞ്ഞു വരാൻ നല്ല ഈസി ആയിരുന്നു. അപ്പോൾ ഞാൻ തൊലിയെല്ലാം മാറ്റിയിട്ട് ഈ തക്കാളിയും ഈ വഴന്ന് വന്ന ഈ സവോളയും കൂടെ ചേർത്തിട്ട് മിക്സിയിലോട്ട് ഇട്ട് കൊടുത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ല കുറുകിയ ചാറോട് കൂടി ഒരു മീൻകറി റെഡിയായി കിട്ടും കേട്ടോ. നല്ല ഈ ഗ്രേവി തന്നെ തിന്നാൻ നല്ല ടേസ്റ്റാണ്. കഷ്ണങ്ങൾ കൂട്ടിയില്ലെങ്കിൽ ഈ ഗ്രേവി കൂട്ടി ചോറുണ്ണാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് ചട്ടിയിലേക്ക് കുറച്ച് കടുകും കുറച്ച് ചെറിയുള്ളിയും കൂടെ ചേർത്ത് കടുക് പൊട്ടിച്ചിട്ട് എടുക്കുകയാണ്. പിന്നെ ആവശ്യത്തിന് എരിവിന് കുറച്ച് പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് നന്നായിട്ട് വഴന്ന് വരുമ്പോഴത്തേക്കും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് നമുക്കൊന്ന് വഴന്ന് കിട്ടും. അപ്പോൾ അതൊന്ന് നന്നായിട്ട് പച്ചമണം ഒന്ന് മാറുമ്പോഴത്തേക്കും നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഗ്രേവി ഉണ്ടല്ലോ, മസാല, അത് നന്നായിട്ടെല്ലാം പിടിച്ച് വന്നിട്ടുണ്ട്. അത് നമ്മൾ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നല്ല പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം എന്നിട്ട് നമ്മൾ അരച്ച് വെച്ച തക്കാളിയും സവോളയുടെയും മിക്സ് ഉണ്ടല്ലോ, അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ കറി റെഡിയായി കഴിയും കേട്ടോ. ഇനിയും നമ്മളിതൊന്ന് വഴറ്റി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് പുളിവെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക. പുളിവെള്ളം മസ്റ്റാണ് കേട്ടോ. തക്കാളിക്ക് തീരെ പുളിയില്ലെങ്കിൽ ഇതും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു കറക്റ്റ് പരുവത്തിന് കിട്ടും. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഗ്രേവി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും അയില കഷ്ണങ്ങളൊന്ന് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഫുള്ളായിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു അയിലക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.